ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ കാലത്തും രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യം പാർട്ടിയുടെ പേരിനൊപ്പം മുസ്ലിം എന്നുള്ളത് കൊണ്ട് അതൊരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളതാണ്. ഈ ചോദ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണ കാലത്ത് തന്നെ ഇതേ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അന്ന് ലീഗിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അതിന് അതിമനോഹരമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഈ അടുത്താണെന്ന് മാത്രം. അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി, ഒരു മതേതര സമൂഹത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് വർഗീയമായിട്ടുള്ള പ്രവൃത്തിയല്ല, അതൊരു മതേതര പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതര സമൂഹത്തിൽ മതേതരത്വം നിലനിൽക്കാൻ ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടായാൽ അതൊരിക്കലും വർഗീയ പാർട്ടിയല്ല, അത് മതേതര പാർട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അന്ന് തന്നെ ലീഗ് മറുപടി കൊടുത്തിട്ടുണ്ട്.